എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലുള്ള ഒരു NSS കരയോഗം അവരുടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു പഠനയാത്ര പ്ലാൻ ചെയ്യുന്നു. അത് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. അതിൻ്റെ ഭാഗമായി 40 വിദ്യാർത്ഥികളും കരയോഗത്തിൻ്റെ 5 ഭാരവാഹികളും ചേർന്ന് അവിടേക്ക് സന്ദർശനത്തിനായിട്ട് ചെല്ലുന്നു. സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ആ പഠനയാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ സെഷൻ ക്ലാസ് കഴിയുന്നു. രണ്ടാമത്തെ സെഷൻ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ ഭാരവാഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. അവർ SFIക്കാരാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയം എന്തായാലും അവർ പറയുന്നത് ഇങ്ങനെ ഒരു സമുദായ സംഘടനയുടെ പേരിലുള്ള ഒരു വിസിറ്റ് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ക്ലാസ്സുമായി മുന്നോട്ട് പോകുമെന്ന് ഡയറക്ടർ ശ്രീ സണ്ണി ജോസഫ് പറയുന്നുണ്ട്. പക്ഷേ അവസാനം ആ ക്ലാസ് എടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹവും അങ്ങനെ ഒരു ക്ലാസ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവിടെയുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം ചെറിയ പ്രായം മുതൽ +2 വരെയുള്ള ഈ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സത്യത്തിൽ ഈ നടന്നിരിക്കുന്ന സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അന്വേഷിക്കുന്നത്. നോക്കാം. ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമാകാം, അവിടുത്തെ ഫെസിലിറ്റി സന്ദർശിക്കാം, അവിടെയുള്ള പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. അതിനെല്ലാമായിട്ട് പൊതുജനങ്ങൾക്ക് ശനിയാഴ്ച ദിവസം ഇങ്ങനെ ഒരു സന്ദർശന സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആകെ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അനുമതി മുൻകൂറായി വാങ്ങുക എന്നത് മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം, ഇങ്ങനെ ഒരു പ്രവേശന അനുമതി ഈ NSS കരയോഗം വാങ്ങിയിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. വാങ്ങിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖ പുറത്തു വന്നിട്ടുണ്ട്. NSS കരയോഗം നമ്പർ 215 പാമ്പാടി കോട്ടയം, അവർക്ക് വേണ്ടി ശ്രീ MN രാജേഷാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭ്യർത്ഥന നൽകിയത്. അതിന് ഡയറക്ടറുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് താങ്കൾ മെയ് മാസം 11-ാം തീയതി പ്രവേശന അനുമതിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നല്ലോ, അതിൻ പ്രകാരം പ്രവേശന അനുമതി താങ്കൾക്ക് നൽകുകയാണ്. 16-ാം തീയതി മെയ് മാസം ശനിയാഴ്ച താങ്കൾക്ക് ഇവിടെ സംഘവുമായി വിസിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വിസിറ്റാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ഡയറക്ടറുടെ മറുപടി ഇങ്ങനെയാണ്: ആസ് പെർ ദി എബവ് മെൻഷൻഡ് റെഫറൻസ്, യു ഹാവ് സബ്മിറ്റഡ് എ റിക്വസ്റ്റ് ഫോർ വിസിറ്റിംഗ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ 16 May 2026. In this circumstance, you are hereby granted permission to visit the institute on 16 May 2026. You are also informed that the following fees will be charged for campus visit. അതായത് ഈ ക്യാമ്പസ് വിസിറ്റിനുള്ള അനുമതി നൽകി എന്ന് മാത്രമല്ല, അതിനുള്ള ഫീസ് എന്താണ് എന്നും പറയുന്നുണ്ട്. സ്കൂൾ സ്റ്റുഡൻസിന് 50 രൂപയാണ് ഫീസ്, കോളേജ് സ്റ്റുഡൻസിന്, ഫാക്കൽറ്റിക്ക്, അങ്ങനെ മുതിർന്ന ആൾക്കാർക്ക് 100 രൂപയാണ് ഒരാൾക്കുള്ള ഫീസ്. അപ്പോൾ ഇത് അവിടെ അടയ്ക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്നത്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ചോദ്യം, സന്ദർശകരായിട്ട് അവിടെ സാധാരണക്കാർക്ക്, നാട്ടുകാർക്ക് വിസിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ വിസിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. രണ്ടാമത്തേത്, അങ്ങനെ വിസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പെർമിഷൻ അവർ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പെർമിഷൻ അവർ അപേക്ഷിച്ചിട്ടുമുണ്ട്. ആ പെർമിഷൻ അവർക്ക് ഈ ഒരു തീയതിയിലേക്ക് കൊടുത്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനം ലെജിറ്റിമേറ്റ് ആണ്, നിയമപ്രകാരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഇവിടെ രണ്ടാമത് പരിഗണിക്കപ്പെടേണ്ടുന്ന വിഷയം ഈ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആരോപണത്തിലെ സത്യസന്ധതയാണ്. NSS എന്ന ഒരു സമുദായ സംഘടനയുടെ ബാനറിൽ അവരുടെ പ്രതിനിധികളായിട്ട് ഈ കുട്ടികൾ അവിടെ വരുന്നു, അതിലാണ് ഇവർക്ക് ബുദ്ധിമുട്ട് എന്നാണ് അവരുടെ നേതാക്കളൊക്കെ ആ ക്ലാസ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള ജനാധിപത്യ ബോധവുമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത്, ഒരു സമുദായ സംഘടനയ്ക്ക് അവിടെ പ്രവേശന വിലക്കുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രവേശന വിലക്കും ഒരു സമുദായ സംഘടനയ്ക്കും KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ട് എങ്കിൽ ഇതിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇതൊരു സമുദായ സംഘടനയുടെ പേരിൽ തന്നെ നൽകിയിരിക്കുന്ന അപേക്ഷയാണ്. അതിന് ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ തന്നെ അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ സാമുദായിക സംഘടനകൾക്ക് അവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ലായിരുന്നു എന്നായിരുന്നു അവരുടെ ചട്ടമെങ്കിൽ ഈ ഒരു അനുമതി നൽകുമായിരുന്നില്ല. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രശസ്ത ക്യാമറാമാനായിട്ടുള്ള ശ്രീ സണ്ണി ജോസഫ്, ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ നാട്ടുകാർക്ക് വരാം, ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക സംഘടനകൾക്ക് അവിടെ പ്രവേശന വിലക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദയും ഇല്ലാതെ ആ വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്ന ഇടപെടൽ എന്നത് പൂർണ്ണമായും അസ്ഥാനത്താണ് എന്ന് തെളിയുകയാണ്. ഇനി ഇവിടെ പരിഗണിക്കപ്പെടേണ്ടുന്ന മൂന്നാമത്തെ വിഷയം, ഒരു സ്ഥാപനത്തിലേക്ക് ആരെങ്കിലും പ്രവേശനത്തിനുള്ള അനുമതി തേടുന്നുണ്ടെങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെ അധികാരികളായിട്ടുള്ള ആൾക്കാരോടായിരിക്കും. അതല്ലാതെ ഒരിക്കലും സ്റ്റുഡൻസ് കൗൺസിലിനോടല്ല ഇത്തരത്തിലുള്ള അപേക്ഷകൾ മുന്നിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാപനത്തിൽ എല്ലാ ശനിയാഴ്ചയും പൊതുജനങ്ങൾക്ക് പെർമിഷനോടുകൂടി വരാം എന്നിരിക്കെ
ആരൊക്കെ എവിടെ വരണം, ആരൊക്കെ എവിടെ വരേണ്ട എന്ന് തീരുമാനിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനോ ആ സ്ഥാപനത്തിലെ അധികാരികളുണ്ട്. ആ ജോലിയൊന്നും തന്നെ സ്റ്റുഡൻസ് കൗൺസിലിനെയോ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളെയോ ഒരാളും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു അധികാരത്തിനെ തുടർന്ന് അങ്ങനെയുള്ള ഒരു അധികാരം തങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ ഒരു അഹങ്കാരം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വിദ്യാർത്ഥി പ്രതിനിധികൾ അവിടെ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ആ സ്ഥാപനത്തിലേക്ക് ആർക്കൊക്കെയാണ് പ്രവേശനാനുമതി നൽകുന്നത്, നൽകരുതാത്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു തരത്തിലും ഒരു അഭിപ്രായവും ഇടപെടലും നടത്താനുള്ള അവകാശമില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അവർക്കുണ്ട് എങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെ അധികാരികളോട് ജനാധിപത്യപരമായിട്ട് അവർ അറിയിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു വിസിറ്റിനെ ഇൻ്റർഫിയർ ചെയ്യുകയും അവിടെ ഒരു വാക്തർക്കത്തിലേക്ക് പോവുകയും ആ പരിപാടിയെ മൊത്തത്തിൽ അലങ്കോലപ്പെടുത്തുകയും ചെറിയ സ്കൂൾ കുട്ടികൾ മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നൽകുകയുമായിരുന്നില്ല അവർ ചെയ്യേണ്ടിയിരുന്നത്. ഒരു തരത്തിലുള്ള ജനാധിപത്യ ബോധവും അവർ പ്രദർശിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടും തങ്ങളാണ് അവിടുത്തെ അധികാര കേന്ദ്രം എന്ന മട്ടിൽ അവിടെ ഇല്ലാത്ത നിയമങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്ന് അവിടെ ഒരു ഭീതിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ് ആ വിദ്യാർത്ഥികളുടെ മുന്നിൽ ഒരു നാടകം കളിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ തയ്യാറായത് എന്നുള്ളത് വിഷ്വലുകളിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഇനി ഇതിൻ്റെ നേതാവ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ഇതിൽ സംസാരിക്കുന്ന ഒരു കാര്യം, ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് പോകണം എന്നാണ്. സാധാരണ ഏത് തരത്തിലുള്ള ഒരു പഠന വിസിറ്റ് നടക്കുന്ന സമയത്തും അതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരതിനെ അക്കമ്പനി ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പരക്കെയുള്ള ചട്ടം. അതിപ്പോൾ ലുലു മോൾ വിസിറ്റ് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തെ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോയാലും ആ കുട്ടികളെ ലുലു മോളിലേക്ക് കയറ്റിവിട്ടതിന് ശേഷം ഈ അധ്യാപകരൊക്കെ കയ്യും കെട്ടി പുറത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഏതൊരു തരത്തിലുള്ള വിസിറ്റ് ആണെങ്കിലും, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ വിസിറ്റ് ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആൾക്കാർ ആ കുട്ടികളോടൊപ്പം തന്നെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾ വരെയുള്ള ഒരു ഗ്രൂപ്പാണിത്. അതിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അവരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ആ സംഘടനയുടെ ഭാരവാഹികൾക്ക് അവിടെ ഉണ്ടാകാനുള്ള എല്ലാവിധ ലീഗൽ റൈറ്റുമുണ്ട്. അതിൽ യാതൊരു വിധത്തിലുള്ള പരാതിയും ആ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നോ ആ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അതൊരു പതിവാണ് എന്നിരിക്കെ സ്റ്റുഡൻസ് കൗൺസിലിന് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്കൊക്കെ തലയിടേണ്ടുന്ന കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇനി വ്യക്തമാക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് NSS കരയോഗമാണ്. അപ്രൂവൽ കിട്ടുന്നതും NSS കരയോഗത്തിനാണ്. അതുകൊണ്ട് തന്നെ NSS കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു വിസിറ്റ് എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഒരു തരത്തിലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി, ഒരുപക്ഷെ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതായി കാണുന്നയാളായിരിക്കാം, അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായും സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയാണ്. കാരണം ആ സ്ഥാപനത്തിൽ പഠിക്കാനായിട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് ഏത് രീതിയിലായിരിക്കണം എന്നതിനെക്കുറിച്ച് അവിടെ ഇടപെടേണ്ടുന്ന ഒരു തരത്തിലുള്ള ആവശ്യമില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ഫോറത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവസരത്തിൽ അതിനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ സാമുദായികമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സമുദായത്തിനെ ഇഷ്ടമല്ല എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് വിസിറ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാൻ അവരുടെ ആരുടെയും തറവാട്ട് വകയല്ല KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ചോദിക്കുന്നത് പോലെ ഇവിടെ വിവിധ തരത്തിലുള്ള സാമുദായിക സംഘടനകളുണ്ട്. ഇതൊന്നും തന്നെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന സംഘടനകളല്ല, ഇതൊന്നും തന്നെ തീവ്രവാദ സംഘടനകളല്ല, മോശം സംഘടനകളല്ല. അവനവൻ്റെ സമുദായവുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുക എന്ന അർത്ഥത്തിൽ എല്ലാവരാലും ബഹുമാനം നേടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇതെല്ലാം. അങ്ങനെയുള്ള സംഘടനകൾ തന്നെയാണ് NSSൻ്റെ കരയോഗങ്ങളും. അവർക്ക് ഈ സമൂഹത്തിലോ സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഒരു തരത്തിലുള്ള ഭ്രഷ്ടുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഏതൊരു സമുദായ സംഘടനയ്ക്കും നമ്മുടെ നാട്ടിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു വിലക്കും ഇല്ലാത്തിടത്തോളം കാലം പാമ്പാടി NSS കരയോഗത്തിനും KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു തരത്തിലുള്ള ഭ്രഷ്ടും ഒരുത്തനും കൽപ്പിക്കേണ്ടുന്ന കാര്യമില്ല. ഏത് സമുദായത്തിൽപ്പെടുന്ന, അതായത് മത ജാതി വിഭാഗത്തിലുള്ള ആൾക്കാരുടേതാണെങ്കിലും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ നാട്ടിൽ ഒരു തരത്തിലുള്ള വിലക്കും നേരിടാത്ത ഏതൊരു സംഘടനയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള വിസിറ്റുകൾ അവിടെ സാധ്യമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ടുള്ളതായിരുന്നില്ല ഈ വിസിറ്റ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഒരു സമുദായ സംഘടനയുടെ പേരിൽ നടത്തിയിരിക്കുന്ന ഒരു വിസിറ്റാണ്. അതിപ്പോൾ ഒരു സൺഡേ സ്കൂളിൽ നിന്നാണെങ്കിലും ഒരു മദ്രസയിൽ നിന്നാണെങ്കിലും മറ്റേതെങ്കിലും ഒരു സമുദായവുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷനിൽ നിന്നാണെങ്കിലും അതിനെയെല്ലാം തന്നെ ഒരേ രീതിയിൽ തന്നെ കാണേണ്ടതാണ്. ഇതിനെ ഒന്നും തന്നെ തടയേണ്ടതല്ല. അങ്ങനെ തടയാനായിട്ട് ഒരു സ്റ്റുഡൻസ് കൗൺസിലിലെയും ഒരുത്തനെയും നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. കാരണം ഈ ചെറുപ്പക്കാരാണ് ഭാവിയിൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. തങ്ങൾക്കില്ലാത്ത അധികാരങ്ങൾ ഉപയോഗിക്കാനായിട്ട് തങ്ങൾക്ക് കഴിയുമെന്നും പഠിക്കുന്ന സ്ഥാപനത്തിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത് തങ്ങളാണ് എന്നുമുള്ള ഒരു മിഥ്യാബോധം ഇത്തരത്തിലുള്ള കുട്ടികൾക്കുണ്ട് എങ്കിൽ ഭാവിയിൽ അതവരുടെ രാഷ്ട്രീയ പുരോഗതിക്ക്
നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരു റുട്ടീൻ വിസിറ്റ് എന്ന രീതിയിൽ നടക്കേണ്ടതായിരുന്ന ഒരു സംഭവത്തിനെ സാമുദായികമായിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ആ വിദ്യാർത്ഥികൾ അത്രയും പേരെ ആ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള നടപടി. ഇങ്ങനെ ഒരു തരത്തിലുള്ള മര്യാദകേടും കാണിക്കാൻ ഒരു വിദ്യാർത്ഥിയെയും ഒരിടത്തും അനുവദിക്കാൻ പാടില്ല. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന, അനാവശ്യ സ്പർദ്ധയുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു സമുദായത്തിന്, ആ സമുദായ സംഘടനയ്ക്ക് സമൂഹത്തിൽ ഇല്ലാത്ത ഭ്രഷ്ട് കൽപ്പിക്കുന്ന മര്യാദയില്ലാത്തവന്മാരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.